നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ പോയത് അലോറ റെൻ്റൽ ഷോപ്പിലേക്കാണ് കേട്ടോ. നല്ലൊരു ഇൻറ്റീരിയറോട് കൂടിയുള്ള നല്ലൊരു ക്യൂട്ട് സ്റ്റോറേനു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷനാണ് അവിടെ ഉണ്ടായത്. അതുമാത്രമല്ല നമ്മളെ കോസ്റ്റ്യൂമിന് അനുസരിച്ചിട്ടുള്ള മാല അവർ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് തന്നു. ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ തരത്തിലുള്ള കോസ്റ്റ്യൂം അവിടെ അവൈലബിൾ ആണ്. അതും നമ്മൾ ഉദ്ദേശിക്കുന്ന കളറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡലിൽ ഏത് ഡ്രസ്സും അവിടെ കിട്ടും. സാരിയും കൂടി ഉണ്ട് കേട്ടോ. ഒരു കല്യാണമോ അല്ലെങ്കിൽ മറ്റേത് ഫംഗ്ഷൻ വന്നാൽ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് പോയി വാങ്ങാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റോറാണ്. ഓരോ ഡ്രസ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ട സാധനം വാങ്ങി നമ്മൾ നേരെ പൊരക്കേക്ക് വിട്ടു. കാരണം അന്ന് ഈവനിങ് തന്നെ നമുക്കൊരു ഗ്രൂം ടു ബി ഉണ്ടായിരുന്നു. അതിനുള്ള ഇതാണ് പ്രാക്ടീസൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് തന്നെ. അന്ന് എല്ലാവരും വൈറ്റ് ഡ്രസ്സാണ് ഇട്ടത്. ആക്ച്വലി കസിൻസ് എല്ലാവരും കൂടി അന്ന് ഗ്രൂമിന് ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുത്തതാണ് ഈ പാർട്ടി. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം രാത്രിയായിരുന്നു. ഗ്രൂം ട്യൂബിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമ്മൾ ഇറങ്ങി. കാരണം മംഗലത്തിൻ്റെ ഒരുപാട് പർച്ചേസിങ് പെൻഡിങ്ങിലായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ച് രാവിലെ ഇറങ്ങിയതാണ്. കാരണം ഇനി കുറച്ച് ദിവസം കൂടിയേ മംഗലത്തിന്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് സുൽത്താൻ ഗോൾഡിലാണ്. നല്ല നല്ല കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പ് എൻഗേജ്മെൻറ്റിനും സുൽത്താൻ ഗോൾഡിൽ തന്നെയാണ് ഗോൾഡൊക്കെ വാങ്ങിയത്. അങ്ങനെ നമ്മൾ 2-3 മാല അവിടെ നിന്ന് സെലക്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഗോൾഡ് പേർച്ചേസൊക്കെ ചെയ്ത് നമ്മൾ നേരെ പുരക്കേക്ക് വിട്ടു. ഏകദേശം ഒരു 5 മണിയായിരുന്നു പുരക്കെത്താൻ തന്നെ. അപ്പം എനിക്ക് കുറച്ച് അപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. 100 റോളൊക്കെ ചുടാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ പരിപാടിയിലോട്ട് കടന്നു. അങ്ങനെ ഞാൻ വേഗം ഒന്ന് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സ്റ്റോവിലും 3 പാത്രം വെച്ച് വേഗം അങ്ങ് ചുട്ടെടുത്തു. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പണി ഉണ്ടായിട്ടില്ല. വേഗം നമ്മൾ എന്താക്കി 100 റോള് ചുട്ടെടുത്തു. ഈ ഒരു അപ്പം ചുടൽ പണിയൊക്കെ കഴിയുമ്പോൾ തന്നെ 7 മണിയായി. അപ്പോൾ എനിക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കാനുണ്ടായിരുന്നു. ഇതും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ദിവസം ഫ്രീ ആയത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.